സംസ്ഥാന സർക്കാർ ആശാ വർക്കർമാരോട് കാണിക്കുന്ന അവഗണന, അവർക്ക് നൽകേണ്ട നീതി നിഷേധം, ഇതെല്ലാം പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് കാരണമായത്. നിരാഹാര സമരം വരെ നടത്തിയിട്ട് പോലും ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. അപ്പോഴൊക്കെ പഴി മൊത്തവും കേന്ദ്രത്തിനായിരുന്നു. കേന്ദ്രം അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നൊക്കെയുള്ള വാദങ്ങളായിരുന്നു പിണറായി സർക്കാർ ഉന്നയിച്ചിരുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തിന് വയൽക്കിളി സമരത്തോട് ഉപയോഗിച്ചിരുന്നു പി ചിത്തരഞ്ജൻ സമരം എന്നാണ് ഇളവരം കരിയും പറഞ്ഞത്. അതെ, ഇവരെല്ലാം തന്നെ ഇടതുപക്ഷം മൊത്തത്തിൽ ഇതുപോലെ ഈ അവർ സമരം ചെയ്യുമ്പോഴെല്ലാം എന്താ പറയുക, അതെല്ലാം അതെ ആശയപരമായിട്ടും ആശയപരമായിട്ടും അല്ലെങ്കിൽ ഇവിടെ SFI യൂണിവേഴ്സിറ്റി കോളേജിൽ കാണിച്ച പേക്കൂത്തെല്ലാം സമരം എന്നാണ് പറയുന്നത്. സമര ആഭാസമാണ് അത് ശരിക്കും. എന്തായാലും ഇത്തരത്തിൽ ഈ ആശാ വർക്കർമാരുടെ സമരത്തിനെയും ഇവർ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നു. ഇത് സർക്കാർ വിരുദ്ധ ശക്തികൾ ഒന്നിച്ചു നടത്തുന്ന സമരമാണിത്. തൊഴിലാളികളോട് നീതിപൂർവമായി നിലപാടെടുക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. ആശാ വർക്കർമാർ ദുരിതം അനുഭവിച്ച കാലഘട്ടത്തിൽ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് ശമ്പളം കൂട്ടി നൽകിയത് ഇടത് സർക്കാരാണ്. ഇവർക്ക് എന്നും അന്നത്തെ കാര്യമാണ് പറയാനുള്ളത്, ഇന്നൊന്നും പറയില്ല. അന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ പറഞ്ഞു ശേഷിക്കനുസരിച്ചിട്ടുള്ള തുക നൽകുന്നുണ്ട്. ശേഷിക്കനുസരിച്ച് ഇവർ ഈ പറയുന്ന മുതലാളിമാരും പറയുന്ന ഇതേ ഡയലോഗ് തന്നെയല്ലേ. ഇവരെ ബൂർഷ്വാസികൾക്കെതിരാണല്ലോ. ബൂർഷ്വാസികളും പറയുന്ന ഇതേ ഡയലോഗല്ലേ, ശേഷിക്കനുസരിച്ചിട്ടുള്ള തുക ശമ്പളമായിട്ട് നൽകുന്നുണ്ടെന്ന്. അപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കാനായിട്ട് ഏജൻസി ഓഫീസിന് മുന്നിലോ രാജ്ഭവനിന് മുന്നിലോ ആണ് സമരം നടത്തേണ്ടത്. കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിക്കാതിരുന്നിട്ടും സംസ്ഥാന സർക്കാർ കൃത്യമായി ഓണറേറിയം നൽകിയിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് കുടിശ്ശിക ലഭിക്കാത്തതിനെ കുറിച്ച് ആരും ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇടതുപക്ഷ തൊഴിലാളി സമരത്തിന് എതിരല്ലെന്നും പി ചിത്തരഞ്ജൻ പറയും. ഇത്രയും പറഞ്ഞിട്ട് ഇടതുപക്ഷം സമരത്തിന് എതിരല്ലെന്നും പറഞ്ഞു. അതായത് വയൽക്കിളി സമരം എന്ന് വരെ പറഞ്ഞിട്ട് എതിരല്ലെന്നും കൂടെ അദ്ദേഹം പറഞ്ഞ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും അതിനൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.